ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളുടെ വിജയത്തിനായി ഞങ്ങൾ ഒപ്പമുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജയിലർ, SBCID, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നീ പരീക്ഷകൾക്കായി ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. Start your journey now. ഹലോ ആൻഡ് വെൽക്കം ടു പ്രിയാമ്പിൾ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മളുടെ സ്വപ്ന ജോലിയായിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. മെയിൻസ് എക്സാമിനേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് സിലബസിലേക്കൊന്നും പോകുന്നില്ല. ഡീറ്റെയിൽഡ് സിലബസിൽ നമുക്ക് പുതുതായിട്ട് വരുന്ന ടോപ്പിക്കുകൾ, കേരള ഗവൺമെൻറ് ആക്ടുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും. അതല്ലാതെ നമ്മുടെ ആ ഒരു സബ്ജക്റ്റുകളെല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എത്ര മാർക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യണം, എത്ര നമുക്ക് കിട്ടാം, നമ്മുടെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ ആരൊക്കെ നമ്മളോടൊപ്പം പരീക്ഷ എഴുതാൻ ഇനി വരുന്നുണ്ടെന്നുള്ളത്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം UPSC എക്സാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥ ഇതിനെക്കാട്ടിലും രസമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് കമ്പനി ബോർഡിന്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം കൂടെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തത്. അപ്പം വേറൊന്നുമല്ല, നമുക്ക് കമ്പനി ബോർഡിൻ്റെ ഏത് ഏരിയാസൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് വേണ്ടി വരും, ഏത് ഏരിയാസ് നമുക്ക് ഫോക്കസ് കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കഴിഞ്ഞ വർഷത്തെ കമ്പനി ബോർഡ് എക്സാമിനേഷൻ അതിൻ്റെ ഒരു സാധ്യത എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, 2 ടൈപ്പ് ഓഫ് കമ്പനി ബോർഡുകളായിരിക്കും ഉണ്ടാകുന്നത്. ലാഭകരവും ലാഭകരമല്ലാത്തതുമായിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗ്രേഡിൽ വരുന്നതെന്ന് പറയുന്നത് അതിൽ ആണ് കൂടുതൽ അഡ്വൈസസ് പോയിട്ടുള്ളത്. കൂടുതൽ ആളുകൾ എടുക്കുന്നതും അതിലേക്കായിരിക്കും. അപ്പോൾ അതിൽ മെയിൻ ലിസ്റ്റ് 3763 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും 2200 പേരെ 2264 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ആ അഡ്വൈസ് പോയത് സൂചിപ്പിക്കുന്നത് 2500-നടുത്തെങ്കിലും അല്ലെങ്കിൽ അതിന് മുകളിലെങ്കിലും വേക്കൻസീസ് അല്ലെങ്കിൽ അഡ്വൈസുകൾ പോകാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ്, സെക്കൻഡ് ഗ്രേഡിലേക്ക് വരുമ്പോൾ 1753 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതിൽ നിന്നും 916 പേരെയാണ് എടുത്തത്. അത് നമുക്ക് എന്താണ് ഒരു 1500-നകത്തേക്ക് എന്നുള്ളൊരു രീതിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 4000 എന്നുള്ളൊരു രീതിയിൽ, അതായത് 3500 4000 എന്ന് പറയുന്ന വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സാധ്യത, ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റ് പരീക്ഷകളെ അപേക്ഷിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ തൊട്ട് താഴെ ഇതുവരെ വേക്കൻസീസ് ഫില്ല് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ തന്നെ എത്രയാണ്, 600-700 വേക്കൻസി ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴേക്കും എന്താണ്, അതിൻ്റെ ഒരു 6 അല്ലെങ്കിൽ 7 ഇരട്ടി അത്രയും അഡ്വൈസുകൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധ്യതകൾ കൂടുതലാണ്, നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. കൂടുതൽ ആളുകളെ പരീക്ഷയിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ എന്താണ്, സ്വാഭാവികമായിട്ടും അതിന് വേണ്ട കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കുറവായിരിക്കും, മറ്റ് പരീക്ഷകളെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, പരീക്ഷ കഴിയാത്തതൊന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ലെവൽ ഓഫ് എക്സാമിനേഷൻ, ഒരുപാടങ്ങ് ഡിഫിക്കൽട്ടും അല്ല ഒരുപാടങ്ങ് ഈസിയും അല്ല, ഒരു മോഡറേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കട്ട് ഓഫാണ്. ഒരുപാട് ഈസി ആയി കഴിഞ്ഞാൽ എന്താണ്, കട്ട് ഓഫ് മാർക്കും കൂടും. അതിപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാമല്ലോ. 140 കട്ട് ഓഫ് വന്നു, അത്രയും ഒന്നും പരീക്ഷയ്ക്ക് മുമ്പ് എക്സ്പെക്ട് ചെയ്തില്ല. അതിന് മുമ്പ് ഇതേപോലെ 2 പേപ്പർ നടന്ന LSGD എക്സാമിന് വന്നത് 96 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലേക്ക് വരുമ്പോൾ കൂടുതൽ ആളുകൾ, ഈ പറയുന്ന LSGDയെക്കാട്ടിലും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യപ്പെടേണ്ട ഒരു പരീക്ഷ ആയിരുന്നിട്ട് പോലും കട്ട് ഓഫ് 140-ൽ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എളുപ്പമായിരുന്നു ആ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷ കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ LSGD എന്ന് പറയുന്നത് എന്താണ്, അത്ര എളുപ്പമുള്ള പരീക്ഷയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു ലെവൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായാൽ പോലും നമുക്ക് എന്താണ്, കഴിഞ്ഞ മുൻ പരീക്ഷകളിൽ ഉണ്ടായിരുന്ന കട്ട് ഓഫിനടുത്തുള്ള ഒരു കട്ട് ഓഫ് ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേപ്പറുകളില്ല ഇവിടെ. ഒരു പേപ്പർ 100 മാർക്കിൻ്റെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം സിലബസിൽ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പം സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാനുണ്ടെങ്കിൽ തന്നെ എന്താണ്, ആക്ടിൻ്റെ അണ്ടറിൽ IPC ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതിനെ മാറ്റിക്കൊണ്ട് BNS എന്നുള്ള രീതിയിൽ മാറാം. അതൊക്കെ ആയിരിക്കാം ചേഞ്ചസ് വരുന്നത്. അതല്ലാതെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിലും സിലബസിലാണെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ നേരത്തെ അറിയേണ്ടതായിരുന്നു. അപ്പോൾ ആ വർഷം നടന്ന 2023 നടന്ന മെയിൻസ് എക്സാമിനേഷൻ 22-ലെ പരീക്ഷയിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് അതുകൂടി ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹയസ്റ്റ് മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തത് എത്ര ആണെന്ന് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കട്ട് ഓഫ് എത്രയായിരുന്നു, മെയിൻസ് ക്ലിയർ ചെയ്യണമെങ്കിൽ എത്ര വേണമെന്നാണ് നോക്കുന്നത്. നമ്മളതല്ല നോക്കുന്നത്, അതിൻ്റെ ഹയസ്റ്റ് മാർക്ക് കൂടി ഒന്ന് അറിയുക, എന്നിട്ട് കട്ട് ഓഫിൻ്റെ റേഞ്ചും അറിയുക, എത്ര വേരിയേഷൻസ് ആണ് അവിടെ വന്നിട്ടുള്ളതെന്ന് കൂടിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളോട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് വാങ്ങുക എന്ന് മാത്രമായിട്ട് പറയില്ല. കാരണം അത് കട്ട് ഓഫ് ക്ലിയർ ചെയ്തവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ജോലി കിട്ടുമോ കിട്ടത്തില്ലയോ, കിട്ടിയാൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ്
അതിൻ്റെ ഇപ്പോൾ ഈ ലിസ്റ്റ് നെക്സ്റ്റ് ഇയർ വരെ ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോഴും ജോലി കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ അഡ്വൈസ് എത്തുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. അതും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 63.33 ആയിരുന്നു ഫസ്റ്റ് റാങ്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് റാങ്ക് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, മെയിൻസിന് വാങ്ങിയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് മാർക്ക് അതെന്ന് പറയുന്നത് 63.33 ആയിരുന്നു. അപ്പോൾ അത് എക്സാം എന്താണ്, ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാം ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ഊഹിക്കാം. ദെൻ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണെന്ന്, കട്ട് ഓഫ് മാർക്കിലേക്ക് വരുന്നുണ്ട്, മോഡറേറ്റ് ലെവലല്ല, ഒരു കട്ട് ഓഫ് മാർക്കിലേക്ക് കൂടെ വരികയാണ്. 43 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 63 മാക്സിമം വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പരീക്ഷ ആയിരുന്നു. ഒരുപാട് അങ്ങ് സ്കോറിംഗ് ഒന്നും ആയിട്ടില്ല, 70 എബോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ എന്താണ്, 63 കട്ട് ഓഫ് കിട്ടി. ഹയസ്റ്റ് മാർക്ക് വന്നതിൽ 43 ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ 20 മാർക്കിൻ്റെ വ്യത്യാസമാണ് ലിസ്റ്റിൽ കയറിയവർക്കും അതിൽ ടോപ്പിൽ വന്ന ആളിനും തമ്മിലുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 46 മാർക്ക് കിട്ടിയ ആളിനെ, ലാസ്റ്റിലത്തെ മാർക്ക് എത്രയാണെന്ന് ഓർക്കുന്നില്ല, 46 പോയിന്റ് സംതിങ് ആണെന്ന് തോന്നുന്നു, അതുവരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ കട്ട് ഓഫും അതിന് മുകളിൽ ഒരു 5 മാർക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ്, നമുക്ക് യൂഷ്വലി എല്ലാ പേപ്പറുകൾക്കും എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ നമ്മൾ പറയാറുണ്ട്, കട്ട് ഓഫ് ഇപ്പം 140 സെക്രട്ടേറിയറ്റിൻ്റെ കട്ട് ഓഫ് നമ്മൾ പറഞ്ഞെങ്കിൽ 146 എബോ 140 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ 146 എബോ എന്ന് പറഞ്ഞു, 5 മാർക്ക് കൂടുതലിട്ട് പറഞ്ഞു. അപ്പം ജോലി കിട്ടാനുള്ള സാധ്യത ലിസ്റ്റിൽ അവസാനം എടുക്കുന്ന ആളിനും ഈ മാർക്കിൽ താഴെയാണെങ്കിൽ എടുക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, നമുക്കൊരു 43 കട്ട് ഓഫ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ എടുക്കുന്നതുകൊണ്ട് 3 മാർക്കിൻ്റെ ഗ്യാപ്പാണ് വന്നത്. അതിലൊരു 5 മാർക്ക് ഇട്ട് പിടിച്ചോ, 48 മാർക്കിൽ കുറയാൻ പാടില്ല. നമുക്ക് എപ്പോഴേ ജോലി കിട്ടി, 2 വർഷത്തിനകത്ത് തന്നെ ജോലി കിട്ടി കയറി പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പ് റാങ്കിങ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ ആ പരീക്ഷയെ കാണുക. എനിക്ക് 100 മാർക്കിൻ്റെ പരീക്ഷയാണ്, അതിലെനിക്ക് 40-45 മാർക്ക് മതി എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് പോകരുത്. അപ്പോൾ നമ്മളുടെ ചിന്തകൾ അതിലേക്ക് കുറയും, നമ്മളുടെ പ്രിപ്പറേഷൻ്റെ ഒരു ഡെപ്ത് അതിലേക്ക് കുറയും. നമ്മളെന്താണ് മൊത്തത്തിൽ 30 മാർക്കിന് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഉണ്ട്, 15 മാർക്കിന് കറണ്ട് അഫേഴ്സ് ഉണ്ട്, ഇപ്പോൾ തന്നെ 45 മാർക്കായി നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ. പിന്നെ നമുക്ക് ജനറലിൽ നിന്ന് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10 മാർക്കും കൂടെ നേടാൻ പറ്റും. ഓക്കെ, ഇപ്പം ഈ 45-ൽ എനിക്കൊരു 35 മാർക്കേ കിട്ടുന്നുള്ളൂ, പിന്നെ ഒരു 10 മാർക്സ് ജനറലിൽ നിന്ന് എങ്ങനെയാണെങ്കിലും കിട്ടിയാൽ തന്നെ ഞാൻ സേഫാണ്. അതുകൊണ്ട് അങ്ങനെ കാഷ്വലായിട്ട് പോകാമെന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ ആ ഒരു 63 മാർക്കല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്, 60+. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, 60+ എന്ന് പറയുന്ന ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടോപ്പ് റാങ്കറുടെ മാർക്കാണ്. ചില പരീക്ഷകൾക്ക് അത് ടോപ്പ് 10-ലേക്ക് എത്താം. മറ്റു പല പരീക്ഷകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70 വരെയൊക്കെയാണ് ഹയസ്റ്റ് മാർക്ക് പോകാറുള്ളത്, 100-ലാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു ആദ്യത്തെ കുറേയധികം ഫസ്റ്റ് ടോപ്പിലുള്ള ടോപ്പ് 100-നകത്തേക്ക് എത്താനും ഒക്കെ ആ ഒരു 60+ എന്ന് പറയുന്ന മാർക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് കുട്ടികൾ എഴുതുന്നൊരു പരീക്ഷയാണെങ്കിലും അതല്ല കുറച്ച് റാങ്ക് ലിസ്റ്റ് മാത്രം വരുന്നൊരു പരീക്ഷയാണെന്നുണ്ടെങ്കിൽ പോലും 60 അതിനോട് അടുത്തുള്ളൊരു മാർക്ക്, 55 എബോ അല്ലെങ്കിൽ 60 അതിനടുത്തുള്ള മാർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ വരുന്ന ആദ്യ അഡ്വൈസുകളിൽ അല്ലെങ്കിൽ ആദ്യ വർഷത്തെ അഡ്വൈസുകളിൽ പോകുന്ന ആളുകളിൽ പെടുന്ന ആളായിരിക്കും നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ആയിരിക്കണം നമ്മളും ടാർഗറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ എനിക്ക് 100-ൽ 60 എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ 60-ന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എക്സാം പാടായി അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് 10 മാർക്ക് കുറഞ്ഞാൽ പോലും 50-കളിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. എന്നാൽ പോലും നമുക്ക് എന്താണ് ഒരു കുറച്ച് നാൾ കാത്തിരുന്നാൽ തന്നെ നമുക്ക് ജോലി ഉറപ്പിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലിസ്റ്റ് വരുമ്പോഴേ ഉറപ്പിക്കാം ജോലി കിട്ടും എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ജോലി ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന 43 മാർക്ക് എടുത്ത് വെച്ചുകൊണ്ട് എനിക്കത് മതി അല്ലെങ്കിൽ 45 മതി, ഇപ്പോൾ 46 വന്നിട്ടുള്ളത്, അപ്പോൾ 46-47 മാർക്ക് മതി എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ശ്രമിക്കരുത്. കാരണം പ്രിലിംസിന് നമുക്കറിയാം കട്ട് ഓഫ് ഈ പറയുന്ന പോലെ 40-കളിലൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം വീണ്ടും മെയിൻസ് അതേപോലെ തന്നെ പോകുന്ന സെയിം സബ്ജക്റ്റുകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലാഘവത്തിലായിട്ട് എക്സാം എഴുതാൻ പോകരുത്. ഐ വുഡ് സേ യു ഹാവ് ടു ടാർഗറ്റ് 60 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു മാർക്കിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്യുക. ഇനി അത് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ആ 60 മാർക്കിലേക്ക് വേണ്ടിയിട്ട് 60-ൽ കുറയാത്തൊരു മാർക്കിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ സിലബസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സിലബസൊക്കെ ഓൾറെഡി നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, ഒരു സിലബസിൻ്റെ ഒരു കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, അതിൽ ഈ ഒരു കാര്യം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഒട്ടിച്ച് വെക്കുക. ബാക്കിയുള്ള സിലബസിൻ്റെ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാതെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതിലെന്താണ് പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവേണൻസിൽ എന്ത് പഠിക്കണം എന്നുള്ളൊരു കാര്യം, അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ആക്റ്റുകളാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് സ്പെസിഫിക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി എവിടെയെങ്കിലും 10th 12th ലെവൽ എക്സാമുകളാണെന്നുണ്ടെങ്കിലും പഠിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നമുക്കറിയാം ഇത്ര കാര്യങ്ങളാണ് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബാക്കി സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിലെന്താണ് കേരള ഗവേണൻസിൻ്റെ അണ്ടറിൽ ഏത് ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ ഏത് ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ട് നോക്കി വെക്കുക. അപ്പോൾ ഇതിലൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും മറ്റ് ഐഡിയ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്താണ്
നമ്മളുടെ ഈ ടോപ്പിക്കുകൾ നമുക്ക് എൻറ്റയർലി എന്താണ് ഒരു 3 സെറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 3 സെറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതെന്തിനാണെന്നുള്ളത് ഈ സെറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയ്ക്കും എല്ലാ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സും ചെയ്യുന്നൊരു പരിപാടിയാണ്. സ്ട്രോങ് ഏരിയാസും വീക്ക് ഏരിയാസും ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്ക് ഈസിലി സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ, കൂടുതൽ എഫേർട്ട് ഇടേണ്ട ഒരു ഏരിയ, നമുക്ക് ഒഴിവാക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു രീതിയിൽ നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പോൾ പ്രിലിംസിനെ ഈ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ ഒന്നും തന്നെ ഒഴിവാക്കാതെ തന്നെ വേണം പോവേണ്ടത്. ഈച്ച് മാർക്ക് കൗണ്ട്സ്. അഗെയിൻ ഐ എം സെയിങ് യു, ഈച്ച് മാർക്ക് കൗണ്ട്സ്. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അത് കിട്ടാനുള്ള മാർഗം നമ്മൾ നോക്കണം. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒഴിവാക്കുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, സപ്പോസ് ഏതെങ്കിലും ഒരു ആർട്ട് ലിറ്ററേച്ചർ ടോപ്പിക്കിനായിരിക്കുമല്ലോ സാധാരണ അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കുറവുള്ള, അല്ലെങ്കിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും 3 മാർക്ക് വീതമുള്ളൂ ഇവിടെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഏരിയ എല്ലാം കൂടെ 5 മാർക്കിനാണ്. അപ്പോൾ സ്പോർട്സിൽ നിന്ന് ഒരു ചോദ്യമായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് വിചാരിക്കുക. അപ്പം നമ്മളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടാണ് എക്സാമിലേക്ക് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ഇതാ കിടക്കുന്ന ചോദ്യം, നമ്മളുടെ വേൾഡ് കപ്പ് 2026 എവിടെ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഫുട്ബോൾ വേൾഡ് കപ്പാണ്. അപ്പോൾ അന്ന് പത്രത്തിലെല്ലാം നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് പത്രത്തിലെല്ലാം നിൽക്കുന്നതായിരിക്കും. അന്നത്തെ എഡിഷൻ അല്ലെങ്കിൽ ആ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അവിടെ ആ ഒരു അതിൻ്റെ ക്യാപിറ്റലോ സ്ഥലമോ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളെല്ലാം അത് പറയുന്നുണ്ടാവും. അപ്പം ഈ ഒരു കാര്യം ഒന്ന് നോക്കിപ്പോയിരുന്നെങ്കിൽ, അത് നമുക്ക് എക്സാമിന് ചെന്നിരുന്നെങ്കിൽ എന്താണ്, അത് ഒഴിവാക്കാതെ അതുകൂടി ഒന്നാക്കി ആ ഒരു ടോപ്പിക്ക് മാത്രം, ആ സ്പോർട്സ് ഇവൻ്റ് അല്ലെങ്കിൽ ഒളിമ്പിക് ഇവൻറ്റിനെ പറ്റിയിട്ട് മാത്രം ഒന്ന് നോക്കുന്നു. അങ്ങനെ നമ്മൾ ആ എക്സാമിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് എഴുതാൻ പറ്റിയാണ്. ഈവൻ ദോ നമ്മൾ ആ മറ്റു ഭാഗങ്ങളൊന്നും തന്നെ നോക്കുന്നില്ല, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊന്നും തന്നെ നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ കണ്ടു. പക്ഷേ അത് കറണ്ട് അഫേഴ്സിൽ ഒരു പക്ഷേ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതായത് ആ പർട്ടിക്കുലർ സബ്ജക്റ്റിലെ ഏറ്റവും ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഫിസിക്സ് എടുക്കുമ്പോൾ അതിനകത്ത് ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ ഡയറക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഉത്തരം. ഒരു ചോദ്യം, ഒരു പ്രോബ്ലമാറ്റിക് ചോദ്യമായിരിക്കും അതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലെൻസ് മിറേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ 2F എന്നോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇക്വേഷൻ മാത്രമേ വരത്തുള്ളായിരിക്കും. പക്ഷേ ആ ഒരു എൻറ്റയർ ഏരിയ അതേപോലെ സ്കിപ്പ് ചെയ്തതിൻ്റെ കാരണത്താലായിട്ട് ഏറ്റവും ബേസിക് 8ാം ക്ലാസ്സിലെയോ 9ാം ക്ലാസ്സിലെയോ ഒരു ഫിസിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നിങ്ങളല്ലാതെ ഒരു 80% ആളുകൾ ഒരുപക്ഷെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള 80% ആളുകളും അത് എഴുതിയിട്ടുണ്ടാവും. അത്രയും എളുപ്പമുള്ളൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ നഷ്ടം ഈ പരീക്ഷയിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സബ്ജക്റ്റും പൂർണ്ണമായി എക്സ്ക്ലൂഡ് ചെയ്യരുത്. റാദർ ആ സബ്ജക്റ്റിൽ നിന്നും ബേസിക്സ് എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുക. കോംപ്ലിക്കേറ്റഡ് ആവുന്നു എന്ന് തോന്നുമ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുമ്പോഴും അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ പഠിക്കണം, പഠിക്കാതെ പോകരുത്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്കത് പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എത്ര ഇരുന്നിട്ട് സമയം നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. കാരണം ഇതൊരു മെയിൻസ് ആണ്. അതിനുവേണ്ടി മാത്രം നോക്കുന്ന ടോപ്പിക്കുകൾ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, കേരള കമ്പോണൻസ്, ആക്ട്, ഇത് അതിനുവേണ്ടി മാത്രം നോക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അത്ര അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഏറ്റവും ബേസിക്സ് കവർ ചെയ്യുക. അപ്പം നന്നായിട്ട് പഠിക്കുന്നില്ല പിന്നെ എന്തിനാ ആ ടോപ്പിക്ക് പഠിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവരുത്. ടു ദ ബേസിക്സ് എന്തെങ്കിലും ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഒരു ടോപ്പിക്ക് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പറ്റാവുന്നത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ്. മറ്റു ടോപ്പിക്കൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അതെന്തും ചോദിക്കാതെ ഇരിക്കാം. അപ്പോൾ അതിൽ നമ്മൾ സെറ്റ് 1 ആയിട്ട് കൊടുത്തിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട്, ലിറ്ററേച്ചർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇതെന്താണ് സെറ്റ് 1 ആയിട്ട് വന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കാരണം എന്താണ്, ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രിലിംസിന് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പ്രിലിംസിലെ കോമൺ ഏരിയാസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നും നമുക്കിനിയും റിവിഷൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. പ്രിലിംസ് ഒരു തവണ പഠിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അതിനകത്ത് നിന്ന് റിവിഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സെഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ സെഷൻ ഡിസ്കസ് ചെയ്തതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ 15 മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അതേപോലെ 15 മാർക്കിന് ആ സെക്ഷനിൽ ചോദിക്കുക എന്നുള്ളതല്ല ഡിഗ്രി മെയിൻസിന് ചോദിക്കുന്നത്. റാദർ എന്താണ്, ജോഗ്രഫിയിലേക്ക് ഒരു ചോദ്യം വരാം, എക്കണോമിക്സിലേക്ക് ഒരു ചോദ്യം വരാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു ചോദ്യം വരാം, സ്പോർട്സിനകത്തുനിന്നോ ആർട്ട് ലിറ്ററേച്ചറിനകത്തുനിന്നോ 1-2 ചോദ്യം ആഡ് ചെയ്തേക്കാം, കമ്പ്യൂട്ടറിൽ ചിലപ്പം വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എല്ലാമായിട്ട് ഈ ചോദ്യം ആഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, നോബൽ പ്രൈസുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ആഡ് ചെയ്ത് പോകുന്നു. പിന്നെ റിമൈനിങ് ആയിട്ട് വരുന്ന 3-4 ചോദ്യം പ്യൂർ ടു ദ കറണ്ട് അഫേഴ്സ്, അപ്പോയിൻമെൻറ്റ്സുകളും അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ് അതൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കറണ്ട് അഫേഴ്സ് വരുന്നത്. അപ്പം നമുക്കെന്താണ്, ഈ പറയുന്ന ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി നന്നായിട്ട് പഠിച്ച് പഴകിയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് റിവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കൊണ്ടുവരേണ്ടത്. റിവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതാണ് സെറ്റ് 1 എന്ന് പറയുന്നത്. അതിന് 28 മാർക്കാണ് അതിന് വരുന്നത്.
പക്ഷെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28 മാർക്കിന് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ടോപ്പിക്കുകളായിരിക്കും. കാരണം ഹിസ്റ്ററി പറയേണ്ട കാര്യമില്ലല്ലോ, ജോഗ്രഫി ഹിസ്റ്ററിയെക്കാളും വാസ്റ്റാണെന്ന് തോന്നിപ്പോകും. എക്കണോമിക്സ് ആണ് പിന്നെയും കൂട്ടത്തിലൊരു അത്ര ഒരുപാട് പഠിക്കാനില്ലെന്ന് തോന്നുന്നു. പക്ഷേ എക്കണോമിക്സ് പലർക്കും ബാല്യകറാമലയമാണ്. അപ്പം വലുതായിട്ട് പഠിക്കാനില്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ എക്കണോമിക്സ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്, അത് വേറെ കാര്യം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചാലും ചോദിക്കണമെന്ന് നിർബന്ധമില്ല, ചോദിച്ചാലും ചിലപ്പം കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു വാസ്റ്റ്നെസ് അറിയാമല്ലോ. എന്നിരുന്നാലും എന്താണ് സ്കോറിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ചോദ്യമാണെങ്കിൽ സ്കോറിംഗ് ആണ്. പിന്നെ ആർട്ടിൽ നിന്നും എന്തെല്ലാം കാണാതെ പഠിക്കാൻ കിടക്കുന്നു, ലിറ്ററേച്ചറും കൾച്ചറും സ്പോർട്സ് അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം വലിയ ഗേൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഭാഗമായതുകൊണ്ട് താല്പര്യം കാണത്തില്ല. ആൺകുട്ടികളുടെ കൂട്ടത്തിലും അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അത് പഠിക്കാനും ഓർത്ത് വെക്കാനും ഒക്കെ പാടായിട്ട് വരുന്ന കുറേ ഫാക്ച്വലാണ്, കംപ്ലീറ്റ്ലി ഫാക്ച്വലാണ് അതെന്ന് പറയുന്നത്. കമ്പ്യൂട്ടറും അതേപോലെ തന്നെയാണ്, കംപ്ലീറ്റ്ലി ഫാക്ച്വൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 28 മാർക്കാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. നോക്കണേ, അപ്പോൾ സെറ്റ് 1 പഠിക്കാൻ ഒരുപാടുണ്ട്, മാർക്ക് അത്രയും നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ലാത്ത ടോപ്പിക്കാണ്. ഞാൻ 3 ക്ലാസിഫൈ ചെയ്തതിൽ 28 മാർക്ക്, ഏറ്റവും കുറവ് മാർക്ക് വരുന്ന സെറ്റാണ് അതെന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്താണ് ഈ സെറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പഠിച്ചു പഴകിയ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് റിവിഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസ്സുകളൊക്കെ പലതവണ കേട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം സോളിഡ് ബേസ് ഉള്ളതാണ്, സോളിഡ് ഫൗണ്ടേഷൻ ഉള്ളതാണ്. അതിനെ നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്ഗ്രേഡ് ചെയ്താൽ മതി, റിവിഷൻ ചെയ്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നോട്ട് പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ, ഞാനിതെല്ലാം പറയുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ പഠിച്ചിട്ടുള്ളവരെ പറ്റിയിട്ടാണ്. അങ്ങനെ അല്ലാത്തവർ ഈ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പലർക്കും ഈ 28 മാർക്കിൽ ഒരു 15 മാർക്കിനടുത്തെങ്കിലും അല്ലെങ്കിൽ 10-ൽ കൂടുതൽ മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇന്നു മുതൽ പരീക്ഷയുടെ അന്ന് വരെ പഠിക്കാതെ പോയാൽ പോലും ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. കാരണം അത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗമാണ്. പക്ഷേ അങ്ങനെ ചെയ്യരുത് കേട്ടോ, മറന്നു പോകും, പലതും കൺഫ്യൂഷനായി പോകും. പഠിച്ചിട്ട് തന്നെ പോകുക. എന്നാലും ഞാൻ പറയുവാണ്, അത്രയും പഠിച്ച് പഴകിയതായതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതിനുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, അത്രത്തോളം വാസ്റ്റുമാണ് ആ ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെറ്റ് 3യിലേക്ക് പോവുകയാണ്. സെറ്റ് 1-ൽ നിന്നും സെറ്റ് 3യിലേക്ക് പോകാനുള്ള കാര്യം, ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയാവുന്ന സ്ഥിരമായി പഠിക്കുന്ന പേപ്പർ 1-ന് പകുതി മാർക്കിന് വെയിറ്റേജ് വരുന്ന 50% വെയിറ്റേജ് വരുന്ന ഏരിയയാണ് MEM എന്ന് പറയുന്നത്. ആ MEM ആണ് ഇവിടുത്തെ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ളത്. പ്രിലിംസിനാണെങ്കിലും അങ്ങനെ തന്നെ, ഇവിടെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലെങ്ങനെ പോയാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 10-ൽ 7 എന്നുള്ളൊരു രീതിയിലുള്ള മാർക്ക് നമുക്കുണ്ടാവണം. 10-ൽ 7 എന്ന് പറയുന്നത് എക്സ്പേർട്ട് ലെവൽ മാർക്കൊന്നുമല്ല. 10-ൽ 8 എന്ന് ഞാൻ പറഞ്ഞായിരുന്നെങ്കിലും അത് എക്സ്പേർട്ട് ലെവലാക്കായിരുന്നു. ചിലർക്ക് മാത്സ് എളുപ്പമാണ്, മലയാളം ഇംഗ്ലീഷ് പാടായിരിക്കും. ചിലർക്ക് മലയാളം എളുപ്പമാണ്, ഇംഗ്ലീഷ് പാടായിരിക്കും. ചിലർക്ക് മലയാളം പാടായിരിക്കും. അത് ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോന്നുമാണ്. അപ്പം 10-ൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പകുതി മാർക്കാണ്. അത് ആർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മാർക്കാണ്, പ്രത്യേകിച്ച് മെയിൻസിന് വരുമ്പോഴേക്കും. അപ്പോൾ നിങ്ങളൊരു ആ വീക്കർ എന്ന് പറയുന്ന ഭാഗത്ത് 10-ൽ 6 സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ട് 1-2 ഏരിയാസ് ഉണ്ടാക്കി വെച്ചിരിക്കണം. അതിൽ നിങ്ങൾ 10-ൽ 8-ഓ 9-ഓ സ്കോർ ചെയ്യാൻ പറ്റണം. മീൻസ് ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആണെങ്കിൽ പോലും. ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ശരി തന്നെയാണ്. ഇപ്പോൾ മാത്സിലെ ഒരു ചോദ്യം അത് ആർക്കും കിട്ടുന്നില്ല, ആ ഒരു ചോദ്യം നമുക്കും കിട്ടുന്നില്ല, പ്രശ്നമില്ല. ഞാൻ പറയുന്നത് 10ഉം ഒരേപോലെ കുഴപ്പമില്ലാതെ ആൻസറബിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി, ആ ഒരു എക്സാം ഹാളിൻ്റെ ഒരു പ്രോബ്ലം, നമ്മൾ പഠിച്ചതിൻ്റെ ഒരു പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് 1-2 ഒക്കെ തെറ്റിക്കാം, അല്ലെങ്കിൽ 3 തെറ്റിക്കാം എന്നുള്ളതാണ്. 3 തെറ്റിക്കാമെന്നുള്ളതല്ല, 3 അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കാം എന്നുള്ളതാണ്. തെറ്റിച്ചിട്ട് നെഗറ്റീവ് മാർക്ക് ആവരുത്, അത് പാടാണെന്ന് തോന്നുന്നെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ ഒരു 3 ചോദ്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അത് മാത്സിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും. പ്രൊവൈഡഡ് ഈ 30 ചോദ്യങ്ങളും എന്താണ്, ഒരു എബോവ് മോഡറേറ്റ് ലെവലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, അതിന് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. എളുപ്പമാണെങ്കിൽ എല്ലാവർക്കും അത് കിട്ടുമല്ലോ. ഞാൻ പറയുന്നത് എളുപ്പമല്ല, മോഡറേറ്റ് ലെവലായിട്ടുള്ളൊരു പരീക്ഷയിൽ നമുക്ക് എന്താണ് 10-ൽ 7 മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു 21 മാർക്ക് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കണം. അപ്പോൾ അതിൽ ഓരോന്നിനും 7 മാർക്ക് വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്, ആ ഭാഗത്ത് നിന്ന് 30-ൽ 20 മാർക്ക് വാങ്ങാൻ പറ്റിയിരിക്കണം എന്നുള്ളതാണ്. മലയാളം പാടുള്ളവർ ബാക്കി 2 ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. പിന്നെ ഇംഗ്ലീഷ് പാടുള്ളവർ ബാക്കി 2 ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കണം. പിന്നെ എല്ലാവർക്കും പാടുള്ള 4 ചോദ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് 18-ലോട്ടോ 17-ലോട്ടോ വന്നാലും കുഴപ്പമില്ല. 4 ചോദ്യങ്ങൾ ആർക്കും ഉത്തരം കിട്ടുന്നില്ല, ഡിലീഷൻ വന്ന് പോയതാണ്, അല്ലെങ്കിൽ ആർക്കും ഉത്തരം കിട്ടാതെ പോയതാണെന്നുണ്ടെങ്കിൽ, ലെങ്തി ആണെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. അത് ടോട്ടൽ സെറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ടോട്ടൽ 30ഉം സ്കോറബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ 20-ൽ പുറത്ത് മാർക്ക് സ്കോർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചോളുക. ഇനി എളുപ്പമാണെന്നുണ്ടെങ്കിൽ എന്താണ്, 10-ൽ 9 വീതമെങ്കിലും വാങ്ങിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് 10-ൽ 9 വീതമെങ്കിലും നമ്മൾ ആ ഒരു സെറ്റിന് വാങ്ങിയിരിക്കണം. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ.
അപ്പോൾ നമുക്കതിനകത്ത് എന്താണ് വീഴ്ച വരുത്താൻ പാടില്ല എന്നുള്ളതാണ്. എഗെയിൻ ഇതെന്താണ് പലതവണ ചെയ്ത് ശീലിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒരുപാട് റിവൈസ് ചെയ്തിട്ടുള്ളതും ഒക്കെയാണ്. സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്, ഒരുപാട് പേർക്ക് റാങ്കിലേക്ക് കയറുന്നതിന് കാരണമാകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മുമ്പ് പറഞ്ഞതുപോലെയുള്ളൊരു ടോപ്പിക്കല്ല. സ്കോർ ചെയ്യാൻ പറ്റുന്നതും നമുക്കെന്താണ് പഠിച്ചെടുത്ത് തീർത്ത് സ്കോറിംഗ് ആയിട്ട് എടുക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ പഠിക്കാനാണെങ്കിൽ എന്താണ് അതിന് കുറച്ച് ഓപ്പോസിറ്റ് രീതിയിലായിട്ടുള്ളൊരു ഭാഗമാണ് അതെന്ന് പറയുന്നത്. അപ്പം ഇതാണ് സെക്കൻഡ് സെറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര മാർക്ക് വാങ്ങുന്നു എന്നുള്ളത്, ഫസ്റ്റ് സെറ്റിൽ എത്ര മാർക്ക് വാങ്ങുന്നു എന്നുള്ളത് നിങ്ങളുടെ മിടുക്ക് പോലിരിക്കും. നമുക്ക് നോക്കാം എത്ര മാർക്ക് വാങ്ങേണ്ടി വരും എന്നുള്ളത് 28. അപ്പോൾ ഇത് ഇത്രയും ആയല്ലോ. സെറ്റ് 3യിൽ നിന്ന് നമ്മൾ 21 മാർക്കെങ്കിലും അല്ലെങ്കിൽ 20 മാർക്കെങ്കിലും വാങ്ങുന്നു എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സെറ്റ് 2. ഈ സെറ്റ് 2 ഇത് രണ്ടും അറിയാവുന്നത് കൊണ്ട് ആദ്യം പറഞ്ഞതാണ് കേട്ടോ. പഠിക്കാനെടുക്കുമ്പം ഈ ഓർഡറിലൊന്നും എടുക്കരുത്. സെറ്റ് 1 തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സെറ്റ് 1നോടൊപ്പം സെറ്റ് 2ഉം ചേർത്ത് പോവുക, പിന്നെ അതോടൊപ്പം സെറ്റ് 2നോടൊപ്പം സെറ്റ് 3യും ചേർത്ത് പോവുക, പിന്നെ സെറ്റ് 1 അതോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഏരിയ പഠിക്കാനെടുക്കണം. ഫസ്റ്റ് ടൈം റീഡിംഗ് അടക്കം എല്ലാം എന്താണ് ഈ ജൂണിൽ കഴിഞ്ഞിരിക്കണം. അപ്പോൾ സെറ്റ് 2ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ മെയിൻസിന് വരുമ്പോൾ മാത്രം നമ്മൾ പഠിക്കുന്ന 10 മാർക്കിൻ്റെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. ഇതിൽ പല കാര്യങ്ങളും മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ വളരെ കുറച്ച് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷനും ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനും ഒക്കെ പഠിക്കുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എക്കണോമിക്സിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും പൊളിറ്റിയുടെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ കവർ ചെയ്യുന്നുണ്ട്, ലോകായുക്ത കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതും പല ഏരിയാസിലായിട്ടും കവർ ചെയ്ത് പോകുന്നതാണ്. പക്ഷേ അവിടെയൊന്നും ഇതുപോലെ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളതല്ലാത്തത് കൊണ്ട് ചോദ്യങ്ങളൊന്നും അങ്ങനെ കയറി വരണമെന്ന് നിർബന്ധമില്ലെന്നുള്ളതാണ്. അപ്പോൾ അറിയാവുന്ന മനസ്സിലാക്കാവുന്ന ടോപ്പിക്കുകളേ ഉള്ളൂ ഇത്. പക്ഷേ കുറച്ച് വാസ്റ്റാണ്. 10 മാർക്കിനാണെന്നുണ്ടെങ്കിലും പഠിക്കാനുണ്ട്, നമുക്ക് സ്കീമുകൾ പഠിക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ഭാഗമുണ്ട് അതിനകത്ത്. അപ്പോൾ അത് പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു പുതിയൊരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനും ഉണ്ട്, 10 മാർക്കിനുള്ള ഇമ്പോർട്ടൻസും ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. ദെൻ കംസ് സയൻസ് ഏരിയ. ചില ആളുകൾക്ക് സയൻസ് ഏരിയ ഡിഫിക്കൽട്ടാണ്. ചില ആളുകൾക്ക് എൻറ്റയർ സയൻസ് അല്ല, ഫിസിക്സ് എളുപ്പമായിരിക്കും, കെമിസ്ട്രിയും ലൈഫ് സയൻസും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവത്തില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് സയൻസ് എളുപ്പമാണ്, ഫിസിക്സും കെമിസ്ട്രിയും അതിങ്ങനെ മാറിയിരിക്കും, സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ചിലർക്ക് 3ഉം പാടാണ്. സയൻസേ പാടാണ്, കാരണം സ്കൂളിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർക്ക് അത് പാടാണ്. സ്കൂളിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിഗ്രിക്ക് മറ്റും ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജിയോ ബോട്ടണിയോ ഒക്കെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും എളുപ്പമെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീക്ക് ഏരിയ സ്ട്രോങ് ഏരിയ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ പഠിച്ചുകൊള്ളുക. അതിൽ ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൽ നിന്നുണ്ടാവുന്നതായിരിക്കും. കറണ്ട് അഫേഴ്സിൽ നിന്ന് നൊബേൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ റീസെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമോ ഒക്കെ അതിനകത്ത് നിന്ന് കടന്നു വരുന്നുണ്ടാവും. പക്ഷേ അതെന്ന് പറയുന്നത് ഈ 3 മാർക്കിനോടൊപ്പം ആയിരിക്കില്ല, 3+ കറണ്ട് ഇവൻറ്റ്സ് എന്നുള്ളൊരു രീതിയിലായിരിക്കും. ഈ കറണ്ട് അഫേഴ്സിനെ ആയിരിക്കും അങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വിടുന്നത്. 15 മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സ് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം, ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം, ഇവിടെ 1-2 ചോദ്യം ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം, ഇവിടെ ഒരു ചോദ്യം ചോദിച്ചെന്ന് വരാം. ദെൻ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരെണ്ണം വന്നെന്ന് വരാം, എക്കണോമിക്സിൽ 1-2 ചോദ്യം വന്നെന്ന് വരാം, ആർട്ട് ആൻഡ് കൾച്ചറിൽ 2 ചോദ്യങ്ങളൊക്കെ എങ്കിലും വന്നെന്ന് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് 15-ൽ ഒരു 10 മാർക്കിന് അടുത്തെങ്കിലും എന്താണ് ഇങ്ങനെ പല സബ്ജക്റ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സ് കൂടി ചേർത്തെങ്കിലും ആ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കറണ്ട് ഇവൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ. കറണ്ട് ഇവൻറ്റ്സ് ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ അപ്പോയിൻമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് അഫേഴ്സ് എങ്ങനെ നോക്കാം, അത് എന്താണ് അതിന് 15 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കുമോ, ഇനി 15 മാർക്കിന് ചോദിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം വരുന്ന പുതിയൊരു ടോപ്പിക്ക്, പുതിയതല്ല നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. അത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആക്റ്റും കേരള ഗവേണൻസും. ഇമ്പോർട്ടൻ്റ് ആക്ട് പഠിക്കണോ വേണ്ടായോ എന്നുള്ളൊരു കാര്യം. ഒന്നാമത്തെ കാര്യം ആക്റ്റാണ്. ആക്ട് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് പോലെ തന്നെയാണ്. അതിൽ ആർട്ടിക്കിളുകൾ പറയുന്നത് പോലെ ഇവിടെ സെക്ഷൻസ് പറയുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പഠിക്കുമ്പോൾ അറിയാമല്ലോ നമ്മൾ എത്രത്തോളം സമയം എടുത്തിട്ടാണ് അവരത് പഠിക്കുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അത്രയും ലെങ്തിയാണ്. ആക്ടുകളിലേക്ക് വരുമ്പോൾ അത്രയും ലെങ്തി ആവാറില്ല പല ആക്ടുകളും. അപ്പോൾ അത് എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? ആക്ടിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്. പിന്നെ ബെയർ ആക്ട് എടുത്തുകൊണ്ട് പഠിക്കുന്ന ഒരു രീതിയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ പോയാൽ മതിയോ ബെയർ ആക്ട്? കാരണം ബെയർ ആക്ടിന് പുറത്ത് വേറൊന്നും ചോദിക്കത്തില്ലല്ലോ. അപ്പം എല്ലാ ആക്ടിൻ്റെയും ബെയർ കോപ്പി എടുത്തുകൊണ്ട് അതെല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് പഠിച്ചാൽ മതിയോ എന്നുള്ളൊരു കാര്യം, അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു കാര്യം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്നത് 5 മാർക്കിനും അതൊരു സ്കോറിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ആക്ച്വലി പറയുന്നത്. ആക്ട് പഠിക്കാൻ കുറച്ച് ഡ്രൈ ആണ്, അതിൽ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും എല്ലാ ആക്ടിനും ഒരു സ്ട്രക്ചറുണ്ട്, അതിനൊരു ഡെഫിനിഷൻ ഏരിയ ഉണ്ട്, അത് വന്ന സമയം, അതിൻ്റെ ഡേറ്റ്,
അതിനകത്ത് പിന്നെ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം, പിന്നെ അതിനകത്ത് പ്രൊവിഷൻസ്, അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ചെയർപേഴ്സൺ, അതിൻ്റെ ഓർഗനൈസേഷൻ ബോഡി തുടങ്ങിയ കാര്യങ്ങൾ, അതിനകത്തുള്ള പീനൽ പ്രൊവിഷൻസോ മറ്റു കാര്യങ്ങളോ പെനാൽറ്റികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതേപോലെ പറയുന്നുണ്ടെങ്കിൽ അത് ഇതിനൊരു ജനറൽ ആയിട്ടുള്ളൊരു പോക്കുണ്ട്. ഒരു ആക്ട് എടുത്താൽ അതേപോലെ തന്നെ ആയിരിക്കും മറ്റേ ആക്ടും. പ്രൊവിഷൻസുകൾ മാറുന്നു, അതിൻ്റെ ഏരിയ ഓഫ് ഡിസ്കഷൻ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് ആക്ടുകൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ പാടൊന്നുള്ള ഭാഗമല്ല ആക്ച്വലി എന്ന് പറയുന്നത്. പിന്നെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇടുന്ന എഫേർട്ടിന് നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണെന്നുള്ളത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇതിനെന്താണ് 42 മാർക്കാണ് വരുന്നത്. പുതിയതായിട്ട് പഠിക്കേണ്ട ഭാഗത്തിനാണ് കൂടുതൽ മാർക്ക് വരുന്നത്. മീൻസ് ലൈക്ക് ഈ 3 സെറ്റിലെ. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് 58 മാർക്കിനാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഭാഗം വരുന്നത്. 42 മാർക്കിന് അറ്റ്ലീസ്റ്റ് എന്താണ് പകുതിക്കടുത്തെങ്കിലും വരുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ 42 മാർക്കും ഇതിൻ്റെ അണ്ടറിലായിരിക്കില്ല ചോദിക്കുന്നത്. കറണ്ട് അഫേഴ്സിലേക്ക് ഒരു 8-9 മാർക്ക് പോകുന്നുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഒരു 35 ചോദ്യങ്ങളെങ്കിലുമേ നമ്മൾ പുതുതായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗത്തേക്കായിട്ട് വരുന്നുള്ളൂ. കറണ്ട് അഫേഴ്സ് പുതിയതാണ്, പക്ഷേ നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ അണ്ടറിലേക്ക് കയറി പോകുമ്പോൾ പ്യുവർ ടു ദാറ്റ് ന്യൂ ടോപ്പിക്സ് എന്താണ് ഒരു 35+ നമുക്ക് മാർക്കിനുള്ളത് അതിനകത്തുള്ളൊരു സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 3 സെറ്റുകളായിട്ട് ഇതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ സെറ്റ് 1 ഞാൻ പറഞ്ഞു. ഇപ്പോഴും റെഡി ആവാനുള്ള ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ റിസൾട്ട് വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇപ്പം ഓൾറെഡി എക്സാംസ് കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു ചൂടാറിയിരിക്കുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അതൊക്കെ മേക്ക് ഓവർ ചെയ്തെടുക്കാം. സെറ്റ് 3ലും എന്താണ് PYQs ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എല്ലായിടത്തും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും PYQs ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആവശ്യം പോലെ PYQ ഉണ്ട്. 500 PYQ വെച്ചിട്ട് ഡിഗ്രി ലെവലിന് വേണ്ടി മാത്രം ഉണ്ടാവും ഓരോ ടോപ്പിക്കിൽ നിന്നും. മാത്സിൽ നിന്ന്, മലയാളത്തിൽ നിന്ന്, ഇംഗ്ലീഷിൽ നിന്നും. പിന്നെ മലയാളം ഇംഗ്ലീഷും മാത്സും അറിയാമല്ലോ, മറ്റെല്ലാ പരീക്ഷകൾക്കും PSCക്ക് ഉള്ളതാണ്. അപ്പോൾ 500 അല്ല 50,000 ചോദ്യങ്ങളെങ്കിലും കാണും. അപ്പോൾ അങ്ങനെ അതുമല്ല, അതിൽ കൂടുതൽ കാണും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം പോലെ ചെയ്യാനുണ്ട്. നിങ്ങൾ ഡിഗ്രി ലെവലിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിങ്ങളുള്ള ആ PYQs എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് അഷ്വേർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഭാഗം എല്ലാം ഒന്ന് നോക്കിയെടുക്കുക എന്നുള്ളതാണ്. PYQ ബുക്കിൻ്റെ കാര്യമൊക്കെ ലാസ്റ്റ് പറയാം. നിങ്ങൾക്ക് കൃത്യമായി ടോപ്പിക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള PYQ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് തുടങ്ങിക്കോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പരീക്ഷയുടെയും ചോദ്യങ്ങൾ എടുത്തുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മാത്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സ് പറഞ്ഞതുകൊണ്ട് അത് കാണിക്കാം. അപ്പോൾ മാത്സിൻ്റെ ഒരു ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണത്തെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഓരോ തവണത്തെ പരീക്ഷകൾ, ആ പരീക്ഷകൾ ഓരോ പ്രിലിംസ് മെയിൻസ് എന്നുള്ളത് 20 ചോദ്യങ്ങളാണെങ്കിൽ അങ്ങനെ, 10 ചോദ്യങ്ങളാണെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആദ്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അറൗണ്ട് എത്രയാണ് ടോട്ടൽ മാത്സിൻ്റെത് 2024 വരെ 445 ചോദ്യമുണ്ട്. 25ലെ ബുക്കും കൂടെ വരുമ്പോഴത്തേക്കും 500-ൽ പുറത്ത് പോകും. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് ഓരോ പരീക്ഷയുടെ സെറ്റായിട്ട് എടുത്തുകൊണ്ട് ചെയ്യാം. ഫസ്റ്റ് ഇന്നത്തെ ദിവസം ഇപ്പോൾ ടോട്ടൽ നമുക്ക് 42 പരീക്ഷകളാണ് ഈ ഒരു ബുക്കിനകത്ത് വരുന്നത്. അപ്പോൾ 42 ദിവസം ചെയ്യാനുള്ള പരിപാടി നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ എന്താണ് ടൈം ടേബിളിൽ സെറ്റാണ്. ഓരോ ദിവസവും ഞാൻ ഓരോ സെറ്റ് മാത്സിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസേഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഡിസ്കഷനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കീ വെച്ചിട്ട് ഇത് വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ നിങ്ങൾ ചെയ്യുന്ന രീതികൾ ആയിരിക്കില്ല ഒരു പക്ഷേ ബുക്കിലുള്ളത്. ഇഷ്ടമുള്ള രീതികൾ അനുസരിച്ചിട്ട് ചെയ്യുക, ഡൗട്ടുള്ളത് നോക്കി പോകുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഓരോ ദിവസം ഓരോ സെറ്റ് ചെയ്താൽ തന്നെ 42 സെറ്റ് ചെയ്യാൻ 42 ദിവസം എടുക്കും. 42 ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മെയിൻസിൻ്റെ ഡേറ്റ് ഒക്കെ ആവും. പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും അതേപോലെ തന്നെയാണ്. അപ്പോൾ 42 ദിവസം ചെയ്യാനുള്ള ഓൾറെഡി ഇതിനകത്തുണ്ടല്ലോ. പിന്നെ 2025 വരുമ്പോൾ 50-ൽ പുറത്താവും. അപ്പോൾ 50 ദിവസം ഏതാണ്ട് 2 മാസം ചെയ്യാനുള്ള പരിപാടി ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഓൾറെഡി ചെയ്തവരാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ വർഷത്തെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്ത് നോക്കുക, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഏരിയയിൽ നിന്നിട്ട്. പിന്നെ ചിലതൊക്കെ കുറച്ച് പാടായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം എല്ലാവർക്കും കൂടി കോമൺ ആവുന്ന ഒരു വൺ സൈസ് ഫിറ്റ് അപ്രോച്ച് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ 3 സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോന്നിനും ഓരോ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കാം എന്നുള്ളത് ഐഡിയ ഞാൻ തരാം. ബാക്കിയുള്ളത് നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു സ്ട്രാറ്റജി ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ആ സ്ട്രാറ്റജി കൊണ്ടുവരുന്നിടത്ത് നിങ്ങൾ വിജയിച്ചു. സ്ട്രാറ്റജി കൊണ്ടുവരാത്തിടത്താണ് എന്ത് പഠിച്ചു, എവിടെ പഠിച്ചു, എന്ത് നോക്കി എന്നൊന്നും ഒരു ഐഡിയ കാണത്തില്ല പരീക്ഷയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ സ്ട്രാറ്റജി കൊണ്ടുവന്ന ആളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയിട്ട് അറിയാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് സെറ്റിൽ എനിക്ക് ഓക്കെയാണ്, അതിൽ നിന്ന് ഞാൻ ഇനി നോക്കാതെ പോയാലും എനിക്ക് ഇത്ര മാർക്ക് കിട്ടാം. സെക്കൻഡ് സെറ്റ് എനിക്കൊന്നും അറിയത്തില്ല, അതിൽ നിന്ന് ഞാൻ നന്നായിട്ട് പഠിച്ചാലേ എനിക്ക് കിട്ടത്തുള്ളൂ. തേർഡ് സെറ്റ് എനിക്ക് അത്യാവശ്യം ഓക്കെയാണ്, പക്ഷേ എന്താണ് റിവിഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം എന്ന രീതിയിലൊക്കെ ഒരു ഐഡിയ കിട്ടുക എന്ന് പറയുന്നത്. ഇനി ഞാൻ എഗെയിൻ ഒരിക്കൽ കൂടിയിട്ട് ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് നമുക്ക് 50 മാർക്ക് എന്നുള്ളൊരു രീതിയിൽ നമ്മളുടെ ഈ എൻറ്റയർ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്കോറിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 സെറ്റാക്കി. ഇനി സ്കോറിംഗ് എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ
അവിടെ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നവയും ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവയും, അതായത് പഠിക്കാൻ എത്രത്തോളം ഉണ്ട് അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏരിയ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം പഠിക്കാനുള്ള എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് ഇത്. ഇത്രയും പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല ജോലിയല്ലേ. അതായത് എൻറ്റയർ ജനറൽ ടോപ്പിക്കിനോടൊപ്പം കേരള ഗവേണൻസും കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ ലൈഫ് സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ആർട്ടും ബേസിക് കമ്പ്യൂട്ടർ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഓൾറെഡി പഠിച്ചറിയാവുന്ന റിവിഷൻ കൊണ്ടുവരേണ്ട ഭാഗം. കറണ്ട് അഫേഴ്സ് പഠിക്കാൻ കുറച്ച് നാളത്തെ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സബ്ജക്റ്റിലേക്ക് ഊന്നിയിട്ടുള്ള കറണ്ട് അഫേഴ്സ് വരുമ്പോൾ നമുക്ക് ആ ഏരിയയിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ പറ്റും. അതല്ലാതെയുള്ള കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ അവാർഡ്സും മറ്റു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ നമുക്ക് ഫോക്കസ് കുറച്ച് കൊണ്ടുവന്നാൽ പഠിക്കാനുള്ള ഏരിയ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഭാഗമല്ല, ബൈഹേർട്ട് ചെയ്യേണ്ടതാണ് പലപ്പോഴും. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് പഠിക്കുന്നത് പോലെയോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ് മനസ്സിലാക്കുന്നത് പോലെയോ ഒന്നും ആയിരിക്കത്തില്ല. അപ്പം അതെന്താണ്, പഠിക്കാൻ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. കറണ്ട് അഫേഴ്സിനെ കുറച്ച് എളുപ്പമുള്ള ഭാഗമായിട്ട്, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഭാഗമായിട്ടാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സ്വിച്ച് ചെയ്യാം. നിങ്ങൾക്കിതല്ല കേരള ഗവേണൻസ് ആണ് എളുപ്പമെങ്കിൽ അതെടുത്ത് കറണ്ട് അഫേഴ്സിൻ്റെ അവിടെ ഇട്ടിട്ട് മാറ്റാം. അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സിനോടൊപ്പം അതിനെ കൂടി നിങ്ങൾക്ക് അവിടേക്ക് കൊണ്ടുവരാം. നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും സെറ്റ് 2ലേക്ക് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാം. ഞാനിതൊരു ജനറൽ ഐഡിയയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുള്ളത് സബ്ജക്റ്റിൻ്റെ ഒരു കണ്ടൻറ്റിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ടാണ് സെറ്റ് 1 സെറ്റ് 2 എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആക്ട് ആണ്. ഇതിൽ ചിലപ്പം പലരും എന്നോടൊപ്പം യോജിക്കുന്നുണ്ടാകത്തില്ല. ഇമ്പോർട്ടൻ്റ് ആക്ട് 5 മാർക്കിന് അത്രയും ഒരു പേജ് സിലബസ് പഠിക്കാനുണ്ട്, 10-15 ആക്ട് പഠിക്കാനുണ്ട്. അതിനെ എങ്ങനെ ഇതിൻ്റെ അണ്ടറിൽ ഇട്ടാലെന്നുള്ളത് അതും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇമ്പോർട്ടൻ്റ് ആക്ടിനെ പൊക്കി എടുത്ത് നിങ്ങൾക്ക് ലൈഫ് സയൻസിൻ്റെ അവിടെ ഇട്ടിട്ട് ലൈഫ് സയൻസിനെ എടുത്ത് അപ്പുറത്തിടാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആക്ടിനെ സെറ്റ് 1 ഇട്ടിട്ട് കേരള ഗവേണൻസിനെ എടുത്ത് അവിടെ ഇടാം. പക്ഷേ ഫോർ മീ, വെൻ ഐ വാസ് അനലൈസിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ലുക്കിംഗ് ഇൻ ടു ദ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ ടോപ്പിക് യു ഹാവ് ടു ലേൺ, ഇതെല്ലാം നോക്കുന്നൊരു സമയത്ത് മനസ്സിലായൊരു കാര്യം, ആക്ടിനൊരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ മനസ്സിലാക്കുകയും ആ ലാംഗ്വേജ് നമുക്ക് ഒരു ആക്ട് വെച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങൾ RT ആക്ട് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ SIക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതിലും വലിയ ആക്ടുകളാണ് അവിടെ കിടക്കുന്നത്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം പോഷ് ആക്ട് എങ്കിലും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്തായാലും PSC പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആയിട്ട് എക്കണോമിക്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. RT ആക്ട് പഠിക്കാനുണ്ട്, അതും ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആക്ടുകൾ ഇവിടെ പഠിക്കുന്നത് നേരത്തെ പഠിച്ചിട്ടുള്ളതുമാണ്. അതല്ലാതെ ചില ആക്ടുകൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, 2-3 പേജിനകത്ത് തീരാവുന്ന കണ്ടന്റേ ഉള്ളൂ. പക്ഷേ ഇതിലെല്ലാം എന്താണ്, ഒരു ജനറൽ സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് ആക്ട് കേൾക്കുമ്പോഴേ അറിയാം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ ഓരോന്നും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻസ് അങ്ങനെ റിലേറ്റ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ, വൺസ് യു ആർ ഇൻ ടു ദാറ്റ് വൺ, ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പഠിക്കുമല്ലോ ഒരേപോലെ, ആക്റ്റും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു ഗെറ്റ് ദീസ് 5 മാർക്സ്. 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് എളുപ്പമായിട്ട് തോന്നും ആ ആക്റ്റിൽ നിന്ന്. നിങ്ങൾ എല്ലാം ഒരേപോലെ പഠിക്കുന്നു. കേരള ഗവേണൻസും പഠിക്കണം, ആക്റ്റും പഠിക്കണം, എല്ലാം പഠിക്കണം. നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പറഞ്ഞു മെയിൻസ് ആണ് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. കറണ്ട് അഫേഴ്സും പഠിക്കണം. അപ്പോൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാർക്ക് നമ്മൾക്ക് ഗെയിൻ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ ജനറൽ ടോപ്പിക്ക് വലിയ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും എല്ലാവർക്കും 3 മാർക്കോ 2 മാർക്കോ ഒക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ പ്രിലിംസിനെ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണിവാള്. ഈ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്നത് വൺസ് യു ഹാവ് മാസ്റ്റേഡ് ദാറ്റ് ഏരിയ, അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. എക്സാക്റ്റ് പ്രൊവിഷൻസും എക്സാക്റ്റ് പെനാൽറ്റിയും ഒക്കെ അതിലൊക്കെ കൺഫ്യൂഷൻസ് വരും എന്നുള്ളതാണ്. അതായത് അതിനകത്തുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൺഫ്യൂഷൻ വരും. ഏത് സെക്ഷൻ ആണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ വരും എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് ചില കാര്യങ്ങൾ ആക്റ്റിൽ പറയുന്ന ഇതെന്താണ്, കൺസ്യൂമർ എന്താണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആ ആക്ട് ഒരാളും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ആ 4 ഓപ്ഷൻസ് വായിച്ച് നോക്കിയാൽ, സോഫാർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് വായിച്ച് നോക്കിയാൽ തന്നെ ഇതാണ് ഉത്തരം എന്നുള്ളത്. 5-ൽ 3 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ പഠിത്തം അത്ര മികച്ചതല്ലെങ്കിൽ പോലും. പ്രൊവൈഡഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണത്തെ പോലെയൊക്കെ ആയിരിക്കണം. അപ്പോൾ അതല്ലാത്തുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് നോക്കണം. പിന്നെ സെക്ഷൻ സ്പെസിഫിക് ആയിട്ട് ഏകദേശം 9 പരീക്ഷകളാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആക്ടുകളിൽ നിന്ന്. ഏതാണ്ട് 51ഓളം ചോദ്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഒരൊറ്റ സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്, സെക്ഷൻ സ്പെസിഫിക് ആയിട്ട്. അത് തന്നെ RT ആക്ടിൻ്റെ സെക്ഷനാണ്, അത് എല്ലാവരും കാണാതെ പഠിക്കുന്നതുമാണ്. അപ്പം ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു നിലവാരം മനസ്സിലായി കാണുമല്ലോ. നമുക്ക് സ്കോറിങ് എന്നുള്ളൊരു അർത്ഥത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കേരള ഗവേണൻസ് നിങ്ങൾ പഠിക്കുന്നു, ആക്ട് നിങ്ങൾ പഠിക്കുന്നു. കേരള ഗവേണൻസിന് 10 മാർക്കുണ്ട്, ആക്ടിന് 5 മാർക്കുണ്ട്. പക്ഷേ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പം നിങ്ങൾക്ക് എന്താണ്, ഈ ഇമ്പോർട്ടൻ്റ് ആക്റ്റിൽ നിന്ന് 3 മാർക്ക് വാങ്ങാനായിരിക്കും കൂടുതൽ എളുപ്പം.
ഈ കേരള ഗവേണൻസിൽ നിന്ന് അതുപോലൊരു 3-5 മാർക്ക് വാങ്ങാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുക. അതായത് അത്രയും പഠിച്ചതെല്ലാം ആ ഏരിയ എല്ലാം കൊണ്ടുവരേണ്ടതായിട്ട് ചിലപ്പം തോന്നും. മാത്രമല്ല കേരള ഗവേണൻസിലേക്ക് വരുമ്പോൾ അവിടെ കമ്മീഷൻസും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്താണ് ഇതിൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസും ബോഡീസും പഠിക്കുന്നത് പോലെ പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. അവിടെയും എന്താണ് ഈ പറയുന്നത് പോലെ നമ്മുടെ VBG റാംജി ആക്ടിനെ പറ്റിയിട്ട് പഠിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അവിടെയും ഇവിടെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് മറ്റൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്ട് ഡ്രൈ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞൊന്നും ഒഴിവാക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് സ്കോറിംഗ് ആണ്. ഞാൻ പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് കൺവിൻസിങ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ വൺസ് യു ഗോ ത്രൂ ഇറ്റ് വിൽ ബി കൺവിൻസിങ് ഫോർ നിങ്ങൾ. അത് ഒരു തവണയൊന്ന് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്റ്റുകളെ ഡീൽ ചെയ്യേണ്ട ഒരു രീതി, ആക്റ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യേണ്ട ഒരു രീതി മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്കോറിംഗ് ഫോർ യു. അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആക്റ്റുകൾക്ക് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. മാത്രമല്ല നമുക്ക് ആക്റ്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ്സും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഏരിയയിൽ നിന്ന് എന്താണ് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടെ വിട്ടുപോയി, ഈ ബെയർ ആക്ട് എടുത്തു വെച്ചുകൊണ്ടുള്ളൊരു പഠനമുണ്ട്. ബെയർ ആക്ടിന് പുറത്ത് പിന്നെ വേറെ ഒന്നും ചോദിക്കാനില്ലല്ലോ. അപ്പം പിന്നെ അത് എല്ലാം കിട്ടുമെന്ന് വിചാരിക്കരുത്. ബെയർ ആക്ട് അത് ലാംഗ്വേജ് ഡിഫറെൻ്റ് അല്ലേ, അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. അതിനെ മാത്രം നിങ്ങൾ സോൾലി ഡിപ്പെൻഡ് ചെയ്യരുത്. അതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടുള്ള നോട്ട്സും ക്ലാസ്സും ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ദാറ്റ് വുഡ് ബി ബെറ്റർ. സമയം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കണം. കാരണം ആക്ടുകളിൽ സമയം ഒരുപാട് നഷ്ടപ്പെടും. പിന്നെ ആക്ടിൻ്റെ ലാംഗ്വേജ് അങ്ങനെയാണ്. നിങ്ങളിപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്ത് കൊണ്ട് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിനൽ ടെക്സ്റ്റും കോപ്പി എടുത്തു വെച്ചാലേ പഠിക്കൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്താണ് ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത് പഠിച്ചിട്ടാണ് ഈ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് പല ഉദ്യോഗാർത്ഥികളും, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഈ പബ്ലിക് സെക്ടർ യൂണിറ്റുകളിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതും പോരാ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരായ്മ നമ്മുടേതാണ്, ലക്ഷ്മികാന്തിൻ്റെ അല്ല. എന്നതുപോലെ തന്നെ ആക്റ്റുകൾ നിങ്ങൾ അങ്ങനെ തന്നെ കാണുക. ടൈം കുറവാണ് നമുക്ക്. അപ്പോൾ അത് സമയം കളയുന്ന പരിപാടികളിലേക്ക് പോവാതിരിക്കുക. ബെയർ ആക്ട് കോപ്പി എടുക്കുന്നത് വളരെ എളുപ്പമാണ്, അതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കുന്നതാണ് പാട്. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അതെടുത്ത് കൈ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തതേ ഉള്ളൂ അവസാനം വരെ. കാരണം 15ഓളം ആക്റ്റുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ സിംപ്ലിഫൈഡ് നോട്ട്സും ക്ലാസ്സുകളും കാണുക എന്നുള്ളതാണ്. യൂട്യൂബിൽ അതിൻ്റെ ഡെമോ ക്ലാസ്സസ് ഒക്കെ വരും, നിങ്ങളൊന്ന് കണ്ടു നോക്കിയിരുന്നാൽ മതി. അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു 2 സെറ്റായിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നിങ്ങളൊരു 21 മാർക്ക് 20 മാർക്ക് സ്കോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആക്ടിൽ നിന്നൊരു 3 മാർക്ക് സ്കോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. കറണ്ട് അഫേഴ്സിൽ നിന്നും ഡയറക്റ്റ് കറണ്ട് അഫേഴ്സും ഉണ്ടാവും, അതേപോലെ തന്നെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടും ഉണ്ടാവും. 15 മാർക്കിനൊന്നും ചിലപ്പോൾ ചോദിക്കണമെന്നില്ല, 12 മാർക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 8-9 മാർക്കൊക്കെ അതിൽ നിന്നും സ്കോർ ചെയ്താൽ തന്നെ എന്താണ് നിങ്ങൾക്ക് 30-33 മാർക്കിനടുത്ത് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നല്ല രീതിയിൽ നല്ല റാങ്ക് ഹോൾഡേഴ്സിൻ്റെ മാർക്കാണ് ഞാൻ ഈ പറയുന്നത്. എന്നെക്കൊണ്ട് അത്രയും പറ്റുമെന്ന് വിചാരിക്കരുത്, അത്രയും പറ്റണം. അതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യം. അപ്പോൾ 33 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 50-ൽ 33 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നീടുള്ള മറ്റ് ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്താൽ മതി, ഒരു 20 സ്കോർ ചെയ്താൽ മതി, 20 സ്കോർ ചെയ്താൽ മതി 50 മാർക്കിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് 53 മാർക്ക് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്കൊക്കെ പോകാൻ പറ്റും. നല്ല മാർക്കാണത്. പിന്നെ ഈ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റിയും ഒക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മാർക്ക് സ്കോറിങ് കൂട്ടുക എന്നുള്ളതാണ്. എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടുക. പിന്നെ ഞാൻ ഈ ക്ലാസിഫൈ ചെയ്തതുപോലെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ നിൽക്കേണ്ട. ആക്ടിനി എത്ര പഠിച്ചാലും തലേ കയറാത്ത ആളാണെന്നുണ്ടെങ്കിൽ പകരം മറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് മാർക്ക് സ്കോറിങ് ഏരിയയിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ആ 50 മാർക്കിൽ 50-ഓ 55-ഓ മാർക്ക് വരുന്നുണ്ടാവും. ആ 50-ഓ 55-ഓ മാർക്കിൽ മാക്സിമം മാർക്കും ഞാൻ സ്കോർ ചെയ്തിരിക്കും എന്ന രീതിയിൽ ആ സബ്ജക്റ്റുകൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. മറ്റ് സബ്ജക്റ്റുകളിൽ എന്താണോ അതിൻ്റെ പോരായ്മ, എത്ര മാർക്ക് വരെ എനിക്ക് കിട്ടണം, ഹിസ്റ്ററിയിൽ നിന്ന് എങ്ങനെ പോയാലും എനിക്കൊരു 3 മാർക്ക് കിട്ടണം, ജോഗ്രഫിയിൽ നിന്ന് പാടാണ് എനിക്ക്, നല്ല ചോദ്യങ്ങളാണെങ്കിൽ 2 ചോദ്യം കിട്ടും, എക്കണോമിക്സിൽ നിന്ന് എളുപ്പമുള്ളവർ ആ രീതിയിൽ മാർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രോബബിൾ മാർക്ക് ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനത്തെ ഒരു ലെവലിൽ പഠിച്ചാൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടും എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതെങ്ങനെ പോയാലും 50+ ആയിരിക്കണം, 50-60 ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ജോബ് അഷ്വർ ചെയ്യാൻ പറ്റും. എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ എന്താണ് നമുക്ക് ജോബ് അഷ്വർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കൊള്ളുക. 2 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ മെയിൻസിൻ്റെ പുതിയ ടോപ്പിക്കുകൾ വരുന്നതിന് അതായത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ഏരിയ മാത്രമായിട്ട് വരുന്നുണ്ട്, കുറച്ച് ആക്ടുകൾ പഠിക്കാനുണ്ട് അവിടെ. മറ്റൊന്നെന്ന് പറയുന്നത് കേരള ഗവേണൻസിൻ്റെയും ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, കറണ്ട് അഫേഴ്സ് ഏരിയയാണ്. കൂടുതൽ കറണ്ട് അഫേഴ്സ് വരുന്നൊരു ഭാഗവും അതാണ്. അതുകൊണ്ടാണ് അതെല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും, പ്രിൻറ്റ് ചെയ്യുന്ന നോട്ടുകൾ, പ്രിൻറ്റ് ചെയ്യത്തക്ക രീതിയിൽ A4 സൈസിൽ നോട്ടുകൾ ഉണ്ടാവും. ഇത് പുതിയ മാറ്റമല്ല. ഇത് നമുക്ക് എന്താണ് കഴിഞ്ഞ വർഷത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ചിലുള്ളവർക്കും അറിയാവുന്നതാണ്. ഏകദേശം 3000 കുട്ടികളുള്ളതായിരുന്നു. അപ്പോൾ അവർക്ക് അറിയാവുന്നതാണ് അവർക്ക് ഈ പ്രിൻറ്റബിൾ നോട്ട്സ് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. ഇതിന് ഓരോ ടോപ്പിക്കും PYQs വെച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ എന്താണ് ഓരോ ടോപ്പിക്കിൻ്റെയും നോട്ടിനോടൊപ്പം MCQ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു പുതിയ കാര്യം കൂടിയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ആക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്ത് കൂടി പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒന്ന് ഒരുമിച്ചെടുത്ത് വെച്ചിട്ട് നോക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണ്
അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു സമ്മറി കൂടിയിട്ട് ആ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മറികൾ കൂടിയിട്ട് എന്ന രീതിയിലൊരു സമ്മറി ക്ലാസ്, ഒരു ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെ ക്വിക്കായിട്ടുള്ള ഒരു സെഷൻ കൂടിയിട്ട് ഈ ഒരു ക്ലാസ്സിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ആപ്ലിക്കേഷനിൽ ലൈവാണ്, കയറി പർച്ചേസ് ചെയ്തുകൊള്ളുക, നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക. അതേപോലെ തന്നെ ക്ലാസ്സുകൾ പ്രിയാമ്പിൾ അല്ലെങ്കിൽ പോലും നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കുക. ഇനി അതല്ല സെൽഫ് സ്റ്റഡി ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പഠനം ഉണ്ടായിരിക്കണം, അത് ക്ലാസ്സോ സെൽഫ് സ്റ്റഡി എങ്ങനെയാണെങ്കിലും പഠനം ഉണ്ടായിരിക്കണം. പ്ലസ് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും മനസ്സിലാക്കിയത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ സെറ്റുകളായി പ്രൊവൈഡ് ചെയ്യാതെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. PYQ ബുക്ക് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ വരെയുള്ള എല്ലാ ചോദ്യ പേപ്പറുകളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് വീക്കർ സബ്ജക്റ്റ് എടുത്തുകൊണ്ട് PYQs മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ സെറ്റായിട്ട് ഓരോ പരീക്ഷയായിട്ടായിരിക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിവസം ഓരോ സെറ്റ് എന്നുള്ളൊരു രീതിയിൽ 5 ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾ എന്നുള്ളൊരു രീതിയിൽ ചെയ്ത് നോക്കുന്നതിനും എളുപ്പമാണിത്. അതേപോലെ ചോദ്യങ്ങൾ ഒരു വശത്തും ഉത്തരമെല്ലാം ലാസ്റ്റുമാണുള്ളത്. അപ്പോൾ പഠിക്കാൻ നേരത്ത് നിങ്ങളത് നോക്കി പഠിക്കുന്നു. പിന്നീട് എന്താണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളൊരു രീതിയിലും ഈ ബുക്കിനെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ തൊട്ട് താഴെ കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു OMR എടുത്തുകൊണ്ട് നിങ്ങളങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതി ഒരു ഹെഡിങ് എഴുതിയതിന് ശേഷം. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താണ് ഈ ബുക്കിൽ നിന്നും നോക്കാൻ പറ്റും. അപ്പോൾ ബുക്കിൽ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവുക. എങ്ങനെയാണ് ചോദ്യങ്ങൾ ഒരു സൈഡിൽ, ദെൻ ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ളത്. അപ്പോൾ ഇത് സ്പെഷ്യൽ ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ആക്ടിൻ്റെ 51 ചോദ്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. 51 പുറത്ത് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 9 ടോപ്പിക്കുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ 5 സെറ്റ് ചിലർക്ക് 6 വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓരോ ദിവസം നോക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, ഓരോ ആക്ടിൽ നിന്നും എന്തൊക്കെ ഏരിയാസാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റഡ് എക്സ്പ്ലനേഷനും അതിനകത്തുണ്ടാവും. ആൻഡ് ഇതൊരു ആക്ടിൻ്റെ ബെയർ കോപ്പി എടുത്ത് പിന്നെ അവിടെ പേസ്റ്റ് ചെയ്ത് തരുമല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ട എക്സ്പ്ലനേഷൻ അതിനകത്തുണ്ടാകും. അപ്പോൾ പഠിക്കുന്ന നോട്ട്സ് വേറേതാണ്, PYQ പഠിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പ്ലനേഷൻ വേറേതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എന്തുകൊണ്ട് ശരിയായി എന്തുകൊണ്ട് തെറ്റായി നടക്കാമുള്ളത് കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. കറക്റ്റായിട്ടുള്ളത് അങ്ങനെയുള്ളത്. ഇപ്പോൾ ഇൻകറക്റ്റ് ആവാനുള്ള റീസൺ എന്താണ്, ഓക്കെ, അതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൃത്യമായ ഒരു ഐഡിയ കിട്ടും. നിങ്ങളൊരു നോട്ട് എടുത്ത് വായിക്കുമ്പം ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യത്യാസങ്ങൾ തിരിയണമെന്നില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്കത് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളതും സൊല്യൂഷൻ്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതും നിങ്ങൾ യൂസ് ചെയ്യുക. ബുക്ക് സ്റ്റോളിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ mypreamble.com എന്ന വെബ്സൈറ്റിൽ നിന്നാണെങ്കിലോ നിങ്ങൾക്ക് ആ ബുക്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൽ നിന്നും കോഴ്സും പർച്ചേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആപ്ലിക്കേഷനിലൂടെ മാത്രമേ കോഴ്സ് കാണാൻ കഴിയുകയുള്ളൂ, ത്രൂ മൊബൈൽ ഓർ ടാബ്. അതും നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലെ കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സസ് കണ്ടതിന് ശേഷം മാത്രം ചൂസ് ചെയ്താൽ മതി. ആൻഡ് ക്ലാസ്സുകൾ പുതിയത് ലോഞ്ച് ചെയ്യുന്നത് മറ്റും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജസ് വരുന്നതായിരിക്കും, നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ എന്തായാലും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളുക. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് മോഡിഫൈ ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. എത്ര മാർക്കിന് അറ്റൻഡ് ചെയ്യണം, എത്ര മാർക്ക് സ്കോർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്ക് എത്രയൊക്കെ സമയം കൊണ്ട് പഠിക്കണം, പഠിച്ചു തീർക്കണം, അതിലെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് എക്സാം എളുപ്പമായിരിക്കും, ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ.